കുഴപ്പം? എന്താ ഈ ദ്വാരക്കുന്നതിന് കുഴപ്പോ? ഖബറിന്റെ പുറത്ത് ദ്വാരക്കാൻ പറ്റൂല. അപ്പൊ കാണാൻ തസ്ബീത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഊരിപ്പോകുന്നു. തസ്ബീത്ത് ഒരു ദ്വാനല്ലേ? തസ്ബീത്തിൽ പറയുന്ന ദ്വാനല്ലേ? അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ. ദ്വാലത് ഇതതിനർത്ഥം അല്ലാഹുവേ, ചോദ്യകർത്താക്കളായ മലക്കുകൾ വരുമ്പോ ഈ ഖബറാളിക്ക് നല്ല സ്ഥിരത കൊടുക്കണേ അല്ലാ, നല്ല ധൈര്യം കൊടുക്കണം ചോദ്യത്തിന് ഉത്തരം പറയാൻ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം നീ മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അദ്ദേഹം കിടക്കുന്നത് ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ഭാഗത്തല്ലേ, രണ്ട് ഭാഗങ്ങളെയും വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, ഖബറാളിക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, എല്ലാ ഭയപ്പാടുകളിൽ നിന്നും എല്ലാ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് നീ സുരക്ഷിതത്വം കൊടുക്കണം, അഭയം കൊടുക്കണേ അല്ലാ. ഈ പറയുന്ന ആമീന്ന് പറയുന്നത് മാത്രമേ ദുആ ഉള്ളൂ? അങ്ങനെണ്ടാ? ആമീന്ന് ഇപ്പുറത്ത് പറഞ്ഞെങ്കിലേ ദുആ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആമീന്ന് പറയാതെ എത്ര ദുആ ദ്വാരക്കുന്നു? നിസ്കാരത്തിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി ദ്വാരക്കല്ലേ? അതിന് ബാക്കുന്നാരോ ആമീൻ 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 പറയണ്ടോ? ആമീന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ദുആ ഉള്ളൂ? അല്ല. തസ്ബീത്ത് ചെല്ലുമ്പോ കാണാം ചില ആളുകളൊക്കെ നിൽക്കുന്നു, പിന്നെ ഒരു അൽഫാത്തിയെ വിളിച്ചാൽ കാണാം അവരൊറ്റ പോക്ക് പോകണം. എന്താ ഫാത്തിയ കുഴപ്പം? ഖുർആനല്ലേ ഒന്ന്? ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതണം, അത് സുന്നത്താണെന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച് ഖബറെങ്കിൽ പാകപ്പെട്ട ഖുർആൻ ഓതണം. ഫാത്തിഹ ആണെങ്കിൽ ഫാത്തിഹ, യാസീൻ ആണെങ്കിൽ യാസീൻ, ഇഖ്ലാസ് ആണെങ്കിൽ ഇഖ്ലാസ്, ഏതാണോ എളുപ്പമായത് ഓതണം, ദ്വാരക്കണം. ഖബറിന്റെ അടുത്ത് നിന്ന് ദ്വാരക്കുന്നത് വലിയ കുഴപ്പമുള്ള സംഗതിയാണോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും എന്റെ അടുത്ത് വരുമ്പോ ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെട്ടു പോയി ദ്വാരക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എപ്പോഴാ പോകുന്നറിയോ? ആഖിറുൽ ലൈൽ, സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട്. സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീ, ആഖിറുൽ ലൈൽ രാത്രിയുടെ അവസാന സമയത്ത്, ഒരു ദിവസം മാത്രല്ല എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രി ആഖിറുൽ ലൈൽ ജന്നത്തുൽ ബഖീയിലേക്ക് തങ്ങൾ പുറപ്പെടും. പുറപ്പെട്ടിട്ട് അവിടെ എത്തിയിട്ട് തങ്ങൾ മൊത്തമായി ദുആർക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലിൽ ബഖീ, ബഖീലുള്ള ആളുകൾക്ക് മൊത്തം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീയിലെ ആളുകൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നില്ലേ? ഒരു ദിവസം മാത്രമാണോ ദുആർന്നത്? അല്ല, ആവർത്തിച്ച് ആവർത്തിച്ച് ആ സിയാറത്തും ദുആവും നടത്തിയതല്ലേ. സഹോദരങ്ങളെ, ഇതൊന്നും എതിർക്കേണ്ട സംഗതിയല്ല, ഓടിപ്പോകേണ്ട സംഗതിയല്ല. ദീനിൽ സ്ഥിരപ്പെട്ട പൂർണ്ണമായും സുന്നത്തായ അമലുകളാണ്. സ്വഹാബിമാരും താബിയുകളും തബഉ താബിയുകളും നാളിതുവരെ ഉലമാവും നിർവഹിച്ച് കാണിച്ചു തന്ന മഹത്തായ സുന്നത്തുകളാണ്. എതിർക്കേണ്ടതില്ല, തള്ളി പറയേണ്ടതില്ല. അങ്ങനെ തള്ളി പറയേണ്ട ഒരു സംഗതിയാണെങ്കിൽ നേതാക്കന്മാരായ ആൾക്കാരൊക്കെ മരിച്ചു പോയപ്പോ അവരെടുത്തുനിന്നൊക്കെ ദ്വാരന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഖത്മോദിയിട്ടുണ്ട്. വിദേഹത്തുകാരുടെ നേതാക്കൾ, ഞാൻ ഈ സദസ്സായതുകൊണ്ട് അവരെ പേരൊന്നും പരാമർശിക്കുന്നില്ല. അത് പറയുമ്പോ പറയാം, അത് നേതാക്കളായതുകൊണ്ട് റെസ്പെക്റ്റ് ആണ്. നേതാക്കൾക്ക് മാത്രം ഒരു സംഗതി സുന്നത്തും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സംഗതി വിദേഹത്തും, അതെന്ത് പരിപാടിയാ? പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റണ്ടേ? ഇതെല്ലാവർക്കും പറ്റുന്ന സംഗതി തന്നെയാണ്, അതിലൊന്നും ഒട്ടും സംശയമല്ല. സ്വഹാബത്ത് ദ്വാരുന്നില്ലേ, താബിയുകൾ ദ്വാരുന്നില്ലേ, എല്ലാ ഇമാമിങ്ങളും ദ്വാരുന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, മയ്യത്തിന്റെ അടുത്ത് നിന്ന് ദ്വാരക്കും, മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ നോക്കും, മരിച്ചവരൊക്കെ സമാധാനിപ്പിക്കാൻ. ആരെങ്കിലും ദ്വാരക്കാണെങ്കിൽ ഒരൊറ്റ പോക്ക. എന്തിനാ പോണ്? പോകണ്ട, ആമീൻ പറഞ്ഞാ പോരെ. മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നിട്ടില്ലേ? മദീനയിലേക്ക് മക്കയിൽ നിന്ന് ആദ്യം ഹിജ്റ പോയ സ്വഹാബി ആരാ സഹോദരങ്ങളെ? മക്കത്തുനിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജ്റ പോയതിൽ മുഹാജിറുൽ അവ്വൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്.
അബൂ സലമ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവരാണ് ആദ്യത്തെ മുഹാജിർ. അവരെ മുമ്പ് മദീനയിലേക്ക് ആരും ഹിജ്റ പോയിട്ടില്ല. ആ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ വീട്ടിലേക്ക് കയറി വന്ന് മഹാനവറുകളുടെ ജനാസയുടെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മഗ്ഫിർ ലി അബീ സലമ, ഈ അബൂ സലമക്ക് നീ പൊറുക്കണേ അല്ലാഹ്. വർഫഅ ദറജതഹു ഇൻദക ഫിൽ മഹ്ദിയീൻ, മഹാനവറുകളുടെ ദറജ നീ വലിയ ഹിദായത്ത് നൽകി അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂട്ടത്തിലായി ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. സഹോദരന്മാരെ, മുനാഫിഖുകൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ളവരാണ്. അവരെ കൂട്ടത്തിൽ പെട്ടേക്കരുത്. അവരെ സ്നേഹിക്കാൻ ഈമാനുള്ളവർക്ക് കഴിയില്ല. വൽയഹൂദു ജൂതന്മാരാണ്. ജൂതന്മാരെ സ്നേഹിക്കാൻ കഴിയോ? എങ്ങനെ സ്നേഹിക്കാനാണ് അവരെ? നാട്ടിലേറ്റവും വലിയ നരനായാട്ട് നടത്തുന്ന കുഴപ്പം സൃഷ്ടിക്കുന്ന വിഭാഗം, അവരെ ശക്തി പൂർണ്ണമായും അള്ളാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. നിരപരാധികളെ കൊന്നൊടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവരെ മുന്നിലുള്ളൂ. പണ്ടും ഇപ്പോഴും എപ്പോഴും ആ രൂപത്തിലുള്ള ശത്രുതയിലായി ജീവിക്കുന്നവരും പെരുമാറുന്നവരുമാണവര്. അല്ലാഹുവേ, സാധുക്കളായ ആളുകളെ പീഡിപ്പിക്കുന്ന ഈ വിഭാഗത്തിന്റെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ലാഹ്.